ഹലോ, ഇന്ന് നമ്മളൊരു ബംഗാളി കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതിന് വേണ്ടി നമ്മളൊരു ചെറിയ ചക്കയാണ് യൂസ് ചെയ്തത്. അപ്പോൾ അതൊരു മുക്കാൽ ഭാഗത്തോളം, മുക്കാലില്ല, ഒരു ഹാഫ് വേവിൽ നമ്മൾ വേവിച്ചെടുത്തു. പിന്നെ ഞാനതൊരു മുക്കാൽ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അതുപോലെ തന്നെ പൊട്ടാറ്റോ ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുക. അവർ കടുകെണ്ണയാണ് യൂസ് ചെയ്യുക. നമ്മൾ കടുകെണ്ണ നമുക്ക് പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്തു. അപ്പോൾ നമ്മളുടെ ഒരു സ്റ്റൈല് ആയി കിട്ടുകയും ചെയ്യുമല്ലോ. പിന്നെ അവർ മല്ലിയിലില്ലേ, അതാണ് അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് മല്ലിയില എൻ്റെ കയ്യിലില്ല. ആഫ്രിക്കൻ മല്ലി ഉണ്ട്, പക്ഷെ അത് അവിടെ പോയി പൊട്ടിച്ചെടുക്കാനൊക്കെ നിൽക്കണ്ടേ. അപ്പം അതിൻ്റെ മടിക്കുകയും, പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം നമ്മളുടെ കറിവേപ്പിലില്ലേ, അതാ. അപ്പം അത് ഞാൻ യൂസ് ചെയ്തു. തക്കാളി കുറച്ച് ചേർക്കുന്നുണ്ട്, പുളി കിട്ടാനായിട്ട് അവരും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എങ്ങനെയാണ് ഇതിൽ ഈ പൊടികളെല്ലതും നമ്മൾക്ക് പരിചയമുള്ളത് തന്നെയാണ്. അവർ ഏകദേശം കുക്കിംഗ് രീതിയൊക്കെ നമ്മൾക്ക് കുറച്ചൊക്കെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ളത് തന്നെയാണ്. കടുകെണ്ണയുടെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടാക്കിയിട്ടില്ലെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഇത് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും വെള്ളപ്പം എല്ലാത്തിനും പറ്റുന്നൊരു കറി തന്നെയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യങ്ങളിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.